നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ 24 hours ചാലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ സെക്കൻഡ് ഡേയുടെ ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്ത് പോവോ അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് തരാം, അതൊന്നുമല്ല. PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നും മാക്സിമം നമ്മൾ ഒരു 24 മണിക്കൂർ കൊണ്ടും കവർ ചെയ്യാനും അതിന്റെ എക്സാം എഴുതാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ 3 ടോപ്പിക്സ് തന്നു. ഇനി സെക്കൻഡ് ഡേയിൽ നമ്മൾ തരാൻ പോകുന്നത് പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദ്യമുണ്ട്. ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, ഇതും ചോദ്യം വരാറുണ്ട്. ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താണ് ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ നിന്നും 100 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. കൂട്ടത്തിൽ നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് കുറച്ച് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട് ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. അതും കൂടെ വായിക്കുന്നത് നന്നായിരിക്കും. 10 10 400 അങ്ങനെ കുറെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇപ്പൊ PSC ചോദിക്കുന്നുണ്ട്. അക 400 പുറ 400 എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്സ്, ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഡിഗ്രിക്കാർക്ക് സ്ഥിരം ചോദ്യമാണ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും കൂടെ പഠിക്കാം. ഈ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി 1956 ശേഷം ഒരുപാട് ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം അത് ഒഴിവാക്കാം, ലിമിറ്റഡ് സമയം ആയതുകൊണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്കാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും. ഇനിയും ശ്രമിക്കാനുള്ളത് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ തൽക്കാലം പറയുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് കുറെ പോയിന്റ്സ് പഠിച്ചു കാണും. അതുപോലെ ഒന്നാം ഇൻഡിപെൻഡൻസ് വാർ എന്ന് പറയുന്ന സെക്ഷൻ, INCയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്വദേശി മൂവ്മെന്റ്സ്, സോഷ്യൽ റീഫോം മൂവ്മെന്റ്, പ്രധാനപ്പെട്ട സോഷ്യൽ റീഫോം മൂവ്മെന്റ് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു 24 hours കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ ഏതൊക്കെയാ നാഷണൽ മൂവ്മെന്റ്സ്, കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നും ലിറ്റററി സോഴ്സസ് ഏതൊക്കെയാണെന്നും ഐക്യ കേരള പ്രസ്ഥാനം. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോൾ ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കഴിഞ്ഞ ദിവസം പഠിച്ചതും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധം, അതുപോലെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനം നടന്ന വർഷങ്ങള്, പ്രധാനപ്പെട്ട സമ്മേളനങ്ങള്, തീരുമാനങ്ങള്, പ്രസിഡന്റുമാര്, സ്വദേശി മൂവ്മെന്റിനെ പറ്റിയിട്ട്, സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, കേരള അല്ല ഇന്ത്യയിലെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്. ഇത്രയും സ്ഥിരം ചോദ്യമായതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാം ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.